ഹായ് ഹലോ. ഇന്നത്തെ ചെടി വിശേഷം കണ്ടാലോ? അപ്പോൾ ഇന്ന് ഈ ഭാഗത്ത് വെച്ചിരിക്കുന്ന കുറച്ച് പോട്ട്സുകളാണ് കേട്ടോ. അതിൽ കോഫിയുണ്ട്, പിന്നെ പലതരം മറ്റേ അരയിലെ പ്ലാന്റ്സും ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സുകളാണ് ഈ സൈഡിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അരയിലിയ ഒരു 3-4 ടൈപ്പാണ് കേട്ടോ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ഏരിയയിൽ വരുന്നത് ഫിലോഡെൻഡ്രോൺ, പിന്നെ ക്രോട്ടൺ പ്ലാന്റ്, പിന്നെ നമ്മുടെ ബോഗൺവില്ലാസാണ് കേട്ടോ ആ സൈഡിൽ മൊത്തം വെച്ചിട്ടുള്ളത്. ഇത് ഞങ്ങൾ വീട് പാർക്കുമ്പോൾ ഒരു 10-12 വെറൈറ്റി മണ്ണുത്തിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. എന്നിട്ട് ഞങ്ങൾ അന്ന് മുതൽ എനിക്ക് ഈ ബോഗൺവില്ല അത്ര വലിയ പിടുത്തമുണ്ടായിരുന്നില്ല തുടക്കത്തിൽ. അപ്പം ഞാനിതങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കലുണ്ടായില്ല. ഇപ്പോൾ പിന്നെ പുതിയ പുതിയ വെറൈറ്റീസൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഒരു അതിൻ്റെ ലീഫും അതുപോലെ പൂക്കളൊക്കെ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. അപ്പോൾ ഞാൻ ഇവിടെയുള്ള പഴയ വെറൈറ്റീസൊക്കെ ചിലത് ഒക്കെ എടുത്ത് മാറ്റി റീപോർട്ട് ചെയ്തു കേട്ടോ. അതിലൊന്നാണ് ഫസ്റ്റ് കാണിച്ചത്. അതിപ്പോൾ നന്നായി പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് മിക്കവരും ചിലപ്പോൾ ശ്രദ്ധിക്കുകയോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ആ കവർ കൊടുക്കനെ അവർ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ടാണ് കേട്ടോ ഈ മണ്ണുത്തിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ തരിക. നമ്മളത് റീപോർട്ട് ചെയ്യാനും കുറച്ച് ടൈം എടുക്കുമ്പോൾ അത് അത്ര വലിയ വളർച്ചയിൽ അല്ലാണ്ടാണ് കേട്ടോ നിൽക്കൽ. ഇപ്പം ഞാൻ ആ കവറൊക്കെ മാറ്റി പുതിയ മണ്ണിലേക്കൊക്കെ നട്ടപ്പോഴാണ് ഇത്രയും ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഉണ്ടായത് കേട്ടോ. ചാണകപ്പൊടിയും ഒക്കെ ഇട്ടെടുത്തപ്പോൾ ഇത് വേറൊരു ടൈപ്പ് അരിയിലയാണ് കേട്ടോ. അത് മണ്ണിൽ കുഴിച്ചിട്ടപ്പം വലിയൊരു ഇതായിട്ട് വളർന്നിട്ടുണ്ട്. ഇത് മുരയ്യ പ്ലാന്റ്. അപ്പം നമുക്ക് തേർഡ് പാർട്ടുമായി പിന്നീട് വരാം കേട്ടോ. ഇത് പെൻഡാസാണ് കേട്ടോ, റെഡ്. ഇത് വേറൊരു ടൈപ്പ് കളറ്. അപ്പോൾ ഓക്കെ, ബൈ.